നിങ്ങളുടെ പത്രയെ തള്ളുവെന്നോ കേൾക്കണം. പീതാംബരേട്ടനാ ആണുക്കുട്ടന്റെ ലോണിന് ജാമ്യം നിന്നതാ. അടവ് മുടങ്ങിയത് നമ്മൾ അറിഞ്ഞില്ല. എന്നിട്ട് അവസാനം ബാങ്കിൽ നിന്ന് ഒരു അറ്റാച്ച്മെന്റ് നോട്ടീസ് അയച്ചു. അതാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. അതാരോ മുക്കി. നോട്ടീസ് മുക്കിയവനൊക്കെ എനിക്കറിയാം. അവനെ ഒന്ന് നേരിട്ട് കാണാനാ വന്നത്. അത് മുക്കിയത് ഞാൻ തന്നെയാ. മനസ്സിലായി. നീ ഞങ്ങൾക്കിട്ട് പണിഞ്ഞതിന് ഒരു മറുപണി. ഇപ്പൊ മനസ്സിലായല്ലോ പ്രസിഡന്റ്. സോമൻ കേവരാണെന്ന്. 6 ഇലക്ഷനിൽ വരിവരിയെ തോറ്റിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ടല്ലേ നാട്ടുകാർ നിന്നെ കേമൻ സോമൻ എന്ന് വിളിക്കുന്നേ. നീ എഴുതി വെച്ചോ സോമ, നീ ഒരിക്കലും ജയിക്കില്ല. എന്നാ കാണാം പ്രസിഡന്റ്. കാണാം. അല്ല എടാ പീതാംബര, നീ ഇതൂടെ കേട്ടോ. നിയമം വഴിയോ കോടതി വഴിയോ നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ പത്രിക സമർപ്പിക്കാൻ നിനക്കിനി ആകെ 24 മണിക്കൂർ സമയം കിട്ടും. ആ 24 മണിക്കൂറിനകം നിനക്കെതിരെ മത്സരിക്കാൻ ഞാനൊരു സ്ഥാനാർത്ഥിയെ എത്തിച്ചിരിക്കും. എടാ അതിന് ഈ കൂട്ടത്തിൽ നീ ആരെ കൊണ്ടുവന്നാലും 10-20 കൊല്ലം നീ കൈയടക്കി വെച്ച ഈ പേരില്ലൂർ പഞ്ചായത്തിന്റെ ഭരണം നിന്റെ കഷ്ടത്തിൽ നിന്ന് അങ്ങ് പോകും. അല്ല എനിക്കെതിരെ ആരെയാ നീ ഇറക്കാൻ പോന്നു?